أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا وأنه كان يقول سفيهنا على الله شططا وأنا ظننا أن لن تقول الإنس والجن على الله كذبا. الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പുതിയൊരു സൂറത്തിൻ്റെ തഫ്സീർ തുടങ്ങുകയാണ്. സൂറത്തുൽ ജിൻ, സൂറത്തുൽ നൂഹ് നമ്മൾ മനസ്സിലാക്കി. അടുത്ത സൂറത്താണ് സൂറത്തുൽ ജിൻ. വിശുദ്ധ ഖുർആനിൽ മുസ്ഹഫിലെ ഓർഡറിൽ 72ാമത്തെ സൂറത്താണ്. മക്കയിൽ അവതരിച്ച സൂറത്താണ്. അതിൽ മുഫസ്സിരിങ്ങൾക്കിടയിൽ ഇജ്മാ ഉണ്ട്. ഇമാം ഇബ്നു അത്തിയ്യ, അതുപോലെ ഹാഫിദ് സുയൂത്തി റഹിമഹുല്ല അവരൊക്കെ ഈ ഇജ്മാ രേഖപ്പെടുത്തിയത് കാണാം. മക്കയിൽ അവതരിച്ച സൂറത്താണ്. അതുപോലെ ഈ സൂറത്തിൽ 28 ആയത്തുകളാണുള്ളത്. അതിലും അഭിപ്രായ വ്യത്യാസമില്ല. ചില സൂറത്തുകളിലൊക്കെ ആയത്തുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണത്? ഏതെങ്കിലും ഖിറാഅത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അഭിപ്രായത്തിൽ എണ്ണം കൂടുതൽ അല്ലെങ്കിൽ ആയത്തുകൾ കൂടുതലുള്ളത് കൊണ്ടാണോ? ഒരായത്ത് കൂടുതലോ കുറവോ ഉള്ളത് കൊണ്ടാണോ? അല്ല, ആയത്തുകൾ വിഭജിക്കുന്നതിൽ ഒരേ ആയത്ത് തന്നെ, നീളമുള്ള ആയത്ത് ചില പണ്ഡിതന്മാർ 2 ആയത്തായിട്ടായിരിക്കും എണ്ണീട്ടുണ്ടാവുക. ഉദാഹരണത്തിന് സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ഇത് നമ്മുടെ മുസ്ഹഫിൽ ഒറ്റ ആയത്താണ്. പക്ഷേ ചില മുസ്ഹഫുകളിൽ ഇത് 2 ആയത്താണ്. പക്ഷേ ഒരു അക്ഷരത്തിനും ഒരു ഹർഫിനും മാറ്റമില്ല, ഒരു പുള്ളിക്കും വ്യത്യാസമില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ ആയത്ത് നമ്പർ എവിടെയാണ് എന്നുള്ളതിൽ മാത്രം. പക്ഷേ എല്ലാ ഉലമാക്കളും, ഖിറാഅത്തിൻ്റെ ഉലമാക്കളൊക്കെ ഏകോപിച്ചിട്ടുള്ളതാണ് 28 ആയത്താണ് സൂറത്തുൽ ജിന്നിലുള്ളത്. ഈ സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, സാഹിത്യപരമായിട്ടും. അതുപോലെ ഇതിൻ്റെ ഇഅ്ജാസ്, വിശുദ്ധ ഖുർആൻ്റെ മനുഷ്യർക്ക് അനുകരിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള സാഹിത്യഭംഗി, അതിനാണ് ഇഅ്ജാസ് എന്ന് പറയുന്നത്. അതിൻ്റെ പല ഉദാഹരണങ്ങളും ഈ സൂറത്തിൽ മുഫസ്സിരിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കാണാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ അത് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഈ സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറപ്പിച്ചു നിർത്തുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദഅവത്തിൻ്റെ കാര്യത്തിൽ തസ്ബീത്ത്, ഉറപ്പ് കൊടുക്കുന്ന ഒരു സൂറത്താണിത്. ശത്രുക്കളുടെ ഉപദ്രവങ്ങളും അവരെ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളും അതിലൊന്നും തളർന്നു പോകാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ആശ്വാസം പകരുന്ന നിരവധി സൂറത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ജിൻ. ഈ സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ നമുക്ക് കാണാം. പ്രധാനമായി 3 കാര്യങ്ങൾ ഈ സൂറത്തിലുണ്ട്, വിഷയങ്ങൾ. ഒന്ന്, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങൾ, ഉസൂലുൽ ഈമാൻ, തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂറത്തിൻ്റെ തുടക്കത്തിലുണ്ട്. രണ്ടാമതായി ജിന്നുകളുടെ ചില വിശേഷങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ജിന്നുകളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് തന്നെ എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്? ജിന്നുകളുടെ ളഅഫ്, അവരുടെ ദുർബലതയാണ് ഈ സൂറത്തിൽ പ്രധാനമായിട്ടും ഊന്നി പറയുന്നത്. കാരണം ജാഹിലിയ കാലത്ത് അറബികൾ, മുശ്രിക്കുകൾ, അവർ ജിന്നുകളെ ആരാധിച്ചിരുന്നു, ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു.
അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ മാത്രം ശക്തിയുള്ളവരല്ല, കഴിവുള്ളവരല്ല ജിന്നുകൾ എന്ന് ജിന്നുകൾ തന്നെ പറയുന്ന രൂപത്തിൽ അവരുടെ കുറവുകളും അതുപോലെ തന്നെ അവരുടെ പരിമിതികളൊക്കെ ജിന്നുകൾ തന്നെ ഏറ്റു പറയുന്നതായിട്ട് സൂറത്തിൽ കാണാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ ശത്രുക്കളോട് പറയേണ്ട ചില ശത്രുക്കളെന്നല്ല, തൻ്റെ പ്രബോധിതരോട്, തൻ്റെ കൗമിനോട് പറയേണ്ട ചില കാര്യങ്ങൾ, അവരെങ്ങനെ ദഅവത്ത് ചെയ്യണം, അവരോട് ദഅവത്ത് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട ചില ശൈലികളും രീതികളും ഒക്കെ ഈ സൂറത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പൊതുവായി ഉൾക്കൊള്ളുന്ന പൊതുവിഷയം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറപ്പിച്ച് നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദൗത്യം, ദഅവത്ത് എന്ന് പറയുന്ന ഉത്തരവാദിത്തം, അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രേരിപ്പിക്കുന്ന സൂറത്താണ്. സൂറത്ത് നൂഹും സൂറത്ത് ജിന്നും തമ്മിലുള്ള ബന്ധം എന്താണ്? സൂറത്ത് നൂഹിൽ നമ്മൾ പറഞ്ഞു, സൂറത്ത് നൂഹിൻ്റെ വിഷയം എന്ന് പറയുന്നത് അമ്പിയാക്കളുടെ ദഅവത്ത് അത് എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ് സൂറത്ത് നൂഹ്. അതിനുവേണ്ടി ആദ്യത്തെ റസൂലായ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ആ കാര്യം ബോധ്യപ്പെടുത്തുകയാണ്. അതുമായിട്ട് സൂറത്ത് ജിന്നിന് ബന്ധമുണ്ട്. എന്താണ് സൂറത്ത് ജിന്ന് എന്ന് പറയുന്നത്? അവസാനത്തെ റസൂലിനെ കുറിച്ചുള്ളതാണ്. അവസാനത്തെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയും ഉറപ്പിച്ച് നിർത്തുകയും ഒക്കെയാണ് ഈ സൂറത്തിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ സൂറത്ത് നൂഹിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസമുണ്ട്. എന്താണ്? ഒരുപാട് കാലം ദഅവത്ത് ചെയ്തിട്ടും തൻ്റെ കൗമ് സ്വീകരിക്കാതിരുന്ന ആളാണ് നൂഹ് അലൈഹിസ്സലാം. അദ്ദേഹം 1000 വർഷത്തോളം ദഅവത്ത് ചെയ്തിട്ടും തൻ്റെ കൗമ് ആ ദഅവത്ത് സ്വീകരിച്ചിട്ടില്ല. എന്നിട്ടും അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തെ മാതൃകയാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉത്ബോധിപ്പിക്കുകയാണ് സൂറത്ത് നൂഹ്. അപ്പോൾ ഈ രണ്ട് സൂറത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസമാണ്. സൂറത്ത് നൂഹ് ഒരു രീതിയിൽ, സൂറത്തുൽ ജിൻ മറ്റൊരു രീതിയിൽ. സൂറത്ത് നൂഹ് മറ്റൊരു റസൂലിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട്, ആ ചരിത്രത്തിൽ നിനക്ക് ഗുണപാഠമുണ്ട്, അദ്ദേഹം ക്ഷമിച്ചതുപോലെ താങ്കൾ ക്ഷമിക്കുക എന്നൊരു സന്ദേശമാണ് സൂറത്ത് നൂഹിലുള്ളത്. അതുകൊണ്ടാണ് സൂറത്ത് ഹൂദിൽ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് അവസാനം എന്താണ് പറഞ്ഞത്? ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. അതുപോലെ സൂറത്ത് ജിന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ജീവിതത്തിൽ നടന്നൊരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സൂറത്ത് വായിക്കുമ്പോൾ അത് വിശദീകരിക്കും. ഇപ്പോൾ സൂചിപ്പിക്കാം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസമായി സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ അള്ളാഹു എടുത്തു പറയുന്ന കാര്യം? തൻ്റെ കൗമ്, മനുഷ്യരായ തൻ്റെ സമുദായം സ്വീകരിച്ചിട്ടില്ലെങ്കിലും ജിന്നുകൾ വിശ്വസിച്ചിട്ടുണ്ട്. അവർ ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ ആശയം കുറ്റമറ്റതാണ് എന്ന് ഈ ജിന്നുകൾ മനുഷ്യരുമായി പ്രത്യക്ഷത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത, മനുഷ്യപ്രകൃതവുമായി വളരെ വിദൂരമായ അവസ്ഥയിലുള്ള ആളുകൾ വരെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ സൂറത്തിൽ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് സൂറത്ത് നൂഹുമായിട്ടുള്ള ബന്ധം. ഇനി നമുക്ക് ഈ സൂറത്തിലെ ആയത്തുകൾ ഓരോന്നായി നോക്കാം. ഇതിൻ്റെ അവതരണ പശ്ചാത്തലം, സൂറത്ത് നൂഹ് അവതരിച്ചതിനെക്കുറിച്ച് ഒരു സൂചന ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ദഅവത്തിന് വേണ്ടി യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ജിന്നുകൾക്കിടയിലുണ്ടായ ഒരു സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതായിട്ട് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജിന്നുകൾ ഒരുമിച്ച് കൂടി അങ്ങനെ അവരുടെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. എന്താണ്? മറ്റ് പല ഹദീസുകളിലും വന്നിട്ടുള്ള, വിശുദ്ധ ഖുർആനിൽ തന്നെ പല സൂറത്തുകളും സൂചനയുള്ള ഒരു സംഭവമാണ്. ജിന്നുകൾ മലക്കുകൾക്കിടയിൽ നടക്കുന്ന സംസാരം കേൾക്കും. അവരറിയാതെ അവർ തമ്മിൽ സംസാരിക്കുന്നത് ജിന്നുകൾ കേൾക്കും എന്നുള്ളത്. മലക്കുകൾ ആകാശത്താണുള്ളത്, ജിന്നുകൾക്ക് പറക്കാൻ സാധിക്കും. അങ്ങനെ ജിന്നുകൾ ആകാശത്ത് പറന്നു നടന്ന് മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്നത് കേട്ട് അത് ഭൂമിയിലുള്ള ജിന്നുകളുടെ ആളുകൾക്ക്, ജ്യോത്സ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ജ്യോത്സ്യന്മാർ അവരുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് ഈ വിവരം ഒരു 100 കളവ് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പറയും. എന്തിനാണ് 100 കളവ് ചേർക്കുന്നത്? കാരണം വളരെ കുറച്ച് കാര്യം മാത്രമേ ജിന്നുകൾക്ക് മലക്കുകളുടെ അടുത്തുനിന്ന് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അവരെ എറിഞ്ഞോടിക്കും. ആ എറിഞ്ഞ് ഓടിക്കുന്നതിന് മുമ്പ് 1-2 വാചകങ്ങൾ മലക്കുകൾ പറയുന്നത് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അത് ജ്യോത്സ്യന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ ജ്യോത്സ്യന് ആളെ കിട്ടില്ല. ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് വരുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇതിൻ്റെ കൂടെ കുറേ കളവുമല്ല സത്യവുമല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആളുകളെ പറ്റിക്കും എന്നത് ഹദീസുകൾ കാണാം. ഖുർആനിൽ തന്നെ സൂചനകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ജിന്നുകളുടെ പ്രവർത്തനത്തിന് ഒരു തടസ്സം സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് പണ്ടത്തെ പോലെ ഇങ്ങനെ
മലക്കുകളുടെ സംസാരം കേൾക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് അവർ ചർച്ച ചെയ്യുന്നത്, പിശാചുക്കൾ, ശൈത്താന്മാർ. അങ്ങനെ അവർ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇബ്ലീസ് അവരോട് പറയുകയാണ്. ഇബ്ലീസ് എന്ന് വ്യക്തമായിട്ട് ഹദീസിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ അവരുടെ നേതാവ് പറഞ്ഞു, അല്ലെങ്കിൽ ഒരാൾ അവരോട്, അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇബ്ലീസ് ആയിരിക്കാം, കാരണം ഇബ്ലീസാണ് പിശാചുക്കളുടെ നേതാവ്. ഏതായാലും കൂട്ടത്തിലൊരു വലിയ ശൈത്താൻ പറഞ്ഞതനുസരിച്ച് ഈ തടസ്സത്തിന് കാരണം എന്താണ്, അവർക്ക് പഴയ പോലെ മലക്കുകളുടെ സംസാരം കേൾക്കാൻ സാധിക്കാതെ ആയത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ ശൈത്താന്മാർ പുറപ്പെട്ടു. അങ്ങനെ അവർ ഭൂമിയിലാണ് അവർ നടക്കുന്നത്. കാരണം ഭൂമിയിൽ എന്തെങ്കിലും സംഭവിച്ചതുകൊണ്ടാണോ എന്നറിയാൻ വേണ്ടി. ആകാശത്ത് അവർ നിലവിൽ കാണുന്നുണ്ട്, അപ്പോൾ ഭൂമിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടി അവർ ഭൂമിയിലേക്ക് വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലായിരിക്കും സ്വഹാബത്തിൻ്റെ കൂടെ. തായിഫിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നഖ്ല എന്ന് പറയുന്നൊരു പ്രദേശത്ത് ഒരു യാത്രയിലായിരിക്കും. അപ്പോൾ ഈ ജിന്നുകൾ എത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്വഹാബത്തിൻ്റെ കൂടെ നിന്ന് നമസ്കരിക്കുകയാണ്. ഫജ്റിൻ്റെ സമയത്ത് ഇമാം നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണ്. അവിടെ വെച്ച് ഈ ജിന്നുകൾ വിശുദ്ധ ഖുർആൻ കേൾക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം കാണുകയും ആ നമസ്കാരത്തിലെ ഖുർആൻ പാരായണം കേട്ട് അവർ ഇസ്ലാം സ്വീകരിക്കുകയും തിരിച്ചുപോയി തങ്ങളുടെ കൗമിനോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ് ഈ സൂറത്തിൽ പറയുന്ന വിഷയം. ആ സംഭവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സൂറത്തിൻ്റെ തുടക്കം കണ്ടാൽ നമുക്കറിയാം, ഖുൽ ഊഹയ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം പറയുന്നത്. അതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജിന്നുകൾ വന്നത് അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു സംഘം ജിന്നുകൾ വരികയും അവർ വിശ്വസിക്കുകയും ചെയ്തു എന്ന് നേരെ പറഞ്ഞാൽ മതി. പക്ഷേ എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചപ്പോൾ ജിന്നുകൾ വന്ന വിവരം അവിടെ നിന്ന് അറിഞ്ഞിട്ടില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സഹാബത്തിൻ്റെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വാഭാവികമായിട്ടും അദ്ദേഹമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളെ കണ്ടിട്ടില്ല എന്നായിരുന്നു. എന്നാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളെ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ആയത്തുകൾ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? കണ്ടിട്ടുണ്ട് എന്നാണോ ഇല്ല എന്നാണോ? ഇല്ല എന്നാണ്. ഖുൽ ഊഹിയ ഇലയ്യ. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം അത് തെറ്റാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? കാരണം ഒരു അറിയപ്പെട്ട ഖാഇദയുണ്ട്, മൻ അലിമ ഹുജ്ജത്തുൻ അലാ മൻ ലം യഅലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിഞ്ഞിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നിനെ കണ്ടിട്ടില്ല. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ അധികം വിവരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതായി അദ്ദേഹത്തിന് അറിയാം. ഒരു റിവായത്തിൽ, സ്വഹീഹായ ഒരു ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതിന് സാക്ഷിയായതായി പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളോട് സംസാരിച്ചതിന് സാക്ഷിയായതായി പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് അറിഞ്ഞിട്ടില്ലായിരിക്കാം. ഇബ്നു മസ്ഊദിന് അതറിയാം. ആ സംഭവം ഹദീസിൽ കാണാം. അവർ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്തേക്ക് നടന്നു പോവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ കൂടെ വരിക ജിന്നുകളുടെ അടുത്തേക്ക്? അപ്പോൾ ആരും പോകാൻ ധൈര്യപ്പെട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം, ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ പോലെ കൂടെ നടന്നിരുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പോയാലും കൂടെ ഉണ്ടാകും. എത്രത്തോളം എന്ന് വെച്ചാൽ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ, താബിഈങ്ങളൊക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ അനുകരിച്ചിരുന്ന, കണ്ടാൽ കാഴ്ചയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സാമ്യം ഉണ്ടായിരുന്ന ആളായിരുന്നു. സംസാരത്തിലും നടത്തത്തിലും പെരുമാറ്റത്തിലും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോപ്പിയായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. അപ്പോൾ അദ്ദേഹം ധൈര്യത്തോടു കൂടി പുറപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു വര വരച്ചു. എന്നിട്ട് ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഈ വര മുറിച്ച് കടക്കരുത്, ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്, എന്ത് സംഭവിച്ചാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോവുകയും ജിന്നുകളെ പഠിപ്പിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. അവരുടെ ശബ്ദം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കേട്ടു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് ആ വര മുറിച്ച് കടന്ന് അങ്ങോട്ട് പോയില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എനിക്ക് പേടി തോന്നി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും സംഭവിച്ചോ? കാരണം ശബ്ദം ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയാലോ എന്ന് തോന്നി. പക്ഷേ അവിടുത്തെ കൽപ്പനയുള്ളതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു, ആ വരയുടെ ഇപ്പുറത്ത് തന്നെ നിന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ശരി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ റിവായത്താണ് ശരി. അപ്പോൾ പിന്നെ ഈ സൂറത്തിൽ പറഞ്ഞത് എന്താണ്? പണ്ഡിതന്മാർ പറയുന്നത് ഈ സൂറത്തായിരിക്കുകയില്ല ആ പറഞ്ഞ സംഭവം, അത് വേറെ സംഭവമായിരിക്കും. പ്രത്യേകിച്ച് സൂറത്തുൽ അഹ്ഖാഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളുമായി സംസാരിച്ചതായിട്ട് പറയുന്നുണ്ട്. വൈദ് സറഫ്ന ഇലൈക നഫറൻ മിനൽ ജിന്നി, അവിടെ വഹി നൽകിയെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതുപോലെയാണ് ആ കഥ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സംഭവമായിരിക്കാം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ സംഭവമായിരിക്കാം. ചില പണ്ഡിതന്മാർ കുറച്ചുകൂടി മുന്നോട്ട് പോയി ഇങ്ങനെ പറയുന്നുണ്ട്,
ആദ്യമായി ജിന്നുകൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടില്ല നമസ്കാരത്തിൽ. പിന്നീട് അവർ തങ്ങളുടെ കൗമിൻ്റെ അടുക്കലേക്ക് പോവുകയും അവർ വീണ്ടും രണ്ടാമത് വരികയും ചെയ്തു. ആ രണ്ടാമത് വന്നതാണ് സൂറത്തുൽ അഹ്കാഫിൽ പറഞ്ഞ സംഭവം. ഏതായിരുന്നാലും ഈ സംഭവത്തിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ആലോചിച്ച് നോക്കൂ, ഈ വന്ന ജിന്നുകൾ അവർ അങ്ങേയറ്റം പഴച്ച ആളുകളായിരിക്കും. കാരണം എന്താ? അവർ ശൈത്താന്മാരാണ്. എന്താണ് ശൈത്താൻ എന്ന് പറഞ്ഞാൽ? ശൈത്താനും ജിന്നും തമ്മിൽ വ്യത്യാസം എന്താണ്? നമ്മൾ ജിന്നിനെ കുറിച്ച് മുമ്പൊന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. സുഹൃത്ത് നാസിൽ പറഞ്ഞിരുന്നോ? അല്ലാഹു എനിക്ക് ഓർമ്മയില്ല. ജിന്നുകളെന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെയുള്ള ഒരു സൃഷ്ടിയാണ് അല്ലേ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെ പോലെ അല്ലാഹു തആല അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് ജിന്നുകളെന്ന് പറയുന്നത്. നമുക്കവരെ കാണാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. അതാണ് ജിന്നും ഇൻസും തമ്മിലുള്ള വ്യത്യാസം. ഇൻസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരർത്ഥം തന്നെ എന്താണ്? കാണാവുന്നത് എന്നാണ്, കാണാവുന്ന വസ്തു. ഫലമ്മ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പറഞ്ഞത് ഇന്നി ആനസ്തുനാറൻ, ഇന്നി ആനസ്തുനാറൻ, ഞാൻ തീ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആനസ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ്. അപ്പോൾ കാണപ്പെടുന്നത്, കാണാൻ സാധിക്കുന്നത് എന്നാണ് മനുഷ്യൻ എന്നുള്ള വാക്കിൻ്റെ ഒരു അർത്ഥം. ജിന്ന് എന്ന് പറഞ്ഞാലോ? ജിന്ന് എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത്, ഇസ്തിതാർ, മറഞ്ഞിരിക്കുക, കാണാൻ പറ്റാത്തത് എന്നാണ് ജിന്ന് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇതാണ് ജിന്നും ഇൻസും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സൃഷ്ടി ഇങ്ങനെ ഈ ലോകത്തുണ്ട് എന്ന് എങ്ങനെ വിശ്വസിക്കും? അള്ളാഹും റസൂലും പറഞ്ഞു, അതാണ് നമുക്ക് തെളിവ്. നമുക്ക് കാണാത്ത ഒരു സൃഷ്ടി നമ്മുടെ ഇടയിൽ ഉണ്ടാവുക എന്നുള്ളത് യുക്തിപരമാണോ? തീർച്ചയായും യുക്തിപരമാണ്. കാരണം എന്താണ്? മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതികളുണ്ട്, അത് തർക്കമില്ല അല്ലേ? നമുക്കൊരു പരിധി കഴിഞ്ഞ് അപ്പുറത്തേക്ക് കാണാൻ സാധിക്കുകയില്ല. അത് ശരിയാണ്, അവിടെയുള്ള ആളുകൾക്ക് നമുക്ക് എത്ര കിലോമീറ്ററാണോ കാണാൻ സാധിക്കുന്നത് അതിനപ്പുറത്ത് മനുഷ്യനുണ്ടല്ലോ എന്ന് പറയാം. പക്ഷെ ഒരു മനുഷ്യനും കാണാൻ സാധിക്കാത്ത പരിമിതികളുണ്ട്, കേൾവിക്ക് പരിമിതികളുണ്ട് അല്ലെ? നമുക്ക് കേൾക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്ത് ഉള്ള ഫ്രീക്വൻസിയുള്ള ശബ്ദം നായകൾക്ക് കേൾക്കാൻ പറ്റും, നമ്മളെ ഇരട്ടി കേൾക്കാൻ പറ്റും. അപ്പോൾ സൃഷ്ടികൾക്കിടയിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്, കാഴ്ചയിലും കേൾവിയിലുമൊക്കെ. അപ്പോൾ ഒരു സൃഷ്ടിക്കും കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ മനുഷ്യന് കാണാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത മറ്റൊരു സൃഷ്ടിയെ സൃഷ്ടിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമല്ല. അപ്പോൾ ജിന്നുകളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ചില ആളുകൾക്ക് ഇത് ഒരു നാണക്കേടായിട്ട് തോന്നിയിട്ടുണ്ട്. മുസ്ലിമീങ്ങളായ ചില ആളുകൾക്ക്, പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ചില ആളുകൾ വരെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, അവർ കഷ്ടപ്പെട്ട് ഇത് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ പറഞ്ഞത് എന്താണ്? ജിന്ന് എന്ന് പറഞ്ഞാൽ വൈറസ്, ബാക്ടീരിയ, അതൊക്കെയാണ് ജിന്ന് എന്ന് പറയുന്നത്. അങ്ങനെ വ്യാഖ്യാനിച്ച ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, അറബിയിൽ ബാക്ടീരിയക്ക് വേറെ എന്താണ് പറയുക? ജിന്ന് എന്നല്ലാതെ. ജിന്ന് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ അല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ബാക്ടീരിയക്ക് പിന്നെ അറബിയിൽ എന്ത് പറയും എന്ന് പറഞ്ഞു തരൂ എന്ന് എഴുതുകയും പറയുകയൊക്കെ ചെയ്ത ഒരാൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പക്ഷേ വിശുദ്ധ ഖുർആൻ എന്ന് വളരെ വ്യക്തമായ കാര്യമാണ്. ജിന്നുകളെന്ന് പറയുന്നത് മനുഷ്യനെ പോലെയുള്ള ഒരു സൃഷ്ടിയാണ് എന്നുള്ളത്. അവർക്ക് നരകമുള്ളതായിട്ട് സൂറത്തുൽ അൻആമിൽ പറയുന്നുണ്ട്. യാ മാശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി വഖാല ഔലിയാഹും മിനൽ ഇൻസി റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദ് വബലഗ്നാ അജലൻ അല്ലദീ അജൽതനാ ഖാല അന്നാറു മസ്വാക്കും, നിങ്ങൾ നരകത്തിലേക്ക് പോയിക്കോളൂ എന്ന് അള്ളാഹു ജിന്നിനോട് പറഞ്ഞു. ബാക്ടീരിയക്ക് നരകമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ വൈദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ, ഒരു സംഘം ജിന്നുകൾ വന്ന് ഖുർആൻ കേട്ടു. ബാക്ടീരിയ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഖുർആൻ കേൾക്കുക. അപ്പോൾ ഇത് വളരെ വ്യക്തമായ അബദ്ധമാണ്, വിശുദ്ധ ഖുർആനോട് തന്നെ യോജിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അത് യാതൊരു സംശയവുമില്ല, തർക്കവുമില്ല. ജിന്നുകളുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. അത് ഹദീസിലുള്ളതല്ല, വിശുദ്ധ ഖുർആനിലുള്ളതാണ്. അപ്പോൾ ഈ ഹദീസ് നിഷേധികൾ എന്നൊക്കെ പറയപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഖുർആൻ നിഷേധികളാണ്. അവർക്ക് ഖുർആൻ നിഷേധിക്കാനുള്ള ഒരു മടി കൊണ്ട് അവർ തൽക്കാലം ഹദീസ് നിഷേധികളെന്ന് സ്വയം പറയുന്നതാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ, ഹഖായിഖ്, അതാണ് അവർ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ടതാണ് ജിന്നുകളുടെ കാര്യം. അപ്പോൾ ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് അവർ വിശ്വസിച്ച ആ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള വലിയൊരു ഗുണപാഠമാണ് എന്ത്? ജിന്നുകളെന്ന് പറയുന്ന ഈ സൃഷ്ടികൾ അവർ അങ്ങേയറ്റം പിഴച്ചവരാണ്. ഈ വന്ന സംഘം പൊതുവേ ജിന്നുകൾ മനുഷ്യനേക്കാൾ മോശമാണ്, അവരുടെ സ്ഥാനം കുറവാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനായത് അല്ലേ? ജിന്നുകൾക്ക് കൂടി അല്ലാഹു തആല നിയോഗിച്ചത് മനുഷ്യനായ റസൂലിനെയാണ്. അപ്പോൾ ജിന്നുകൾ മനുഷ്യനേക്കാൾ താഴെയാണ്. അതിൽ തന്നെ പഴച്ച ആളുകളാണ് ആ മീറ്റിംഗ് കൂടിയിരിക്കുന്നത്. കാരണം ജ്യോത്സ്യന്മാർക്ക് വിവരങ്ങൾ കൊടുക്കുന്ന ശൈത്താന്മാരാണ്. എന്താണ് ശൈത്താനും ജിന്നും തമ്മിലുള്ള വ്യത്യാസം? ഇബ്നു ഹജറൊക്കെ പറയുന്നത് കാണാം. ശൈത്താൻ എന്ന് പറഞ്ഞാൽ കാഫിറായ ജിന്നാണ്. ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട കാഫിറിനാണ് ശൈത്താൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാഫിര്യങ്ങളായ, അക്രമികളായ, മലക്കുകളുടെ സംസാരം കേൾക്കാൻ നടക്കുന്ന അവരാണ്
ചർച്ച ചെയ്യുന്നത്. അവരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പിഴച്ചവരെയായിരിക്കും അവരത് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കുക, അവരുടെ വിദഗ്ധന്മാരായിരിക്കും. ആ വിദഗ്ധന്മാരായ കാഫിര്യങ്ങളായ അക്രമികളായ ആളുകളാണ് ഇവിടെ വന്നിട്ട് ഖുർആൻ കേട്ടതോടുകൂടി അവർ ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പോൾ എത്ര പിഴച്ച ആൾക്കും ഹിദായത്ത് എന്ന് പറയുന്നത് അസംഭവ്യമല്ല. എത്ര അക്രമികളായ ആളുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളായ ആളുകൾ, അതുപോലെ അങ്ങേയറ്റത്തെ പാപങ്ങളിൽ മുങ്ങിക്കുളിച്ച ആളുകളൊക്കെ മാറുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളും നന്നാവുകയില്ല എന്ന് വിധി പറയരുത്. നമുക്കറിയാം ഒരു അറിയപ്പെട്ട സംഭവം, ബനി ഇസ്രായേലിൽപ്പെട്ട ഒരാൾ, അയാൾ എന്ത് ചെയ്തു, ഒരു ഫാജിറായ മനുഷ്യൻ, അക്രമിയായ ഒരാൾ, അയാളെപ്പറ്റി പറഞ്ഞു അള്ളാഹു ഇവന് പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. നല്ല സാലിഹായ ഇബാദത്തിൽ വളരെ സജീവമായ ഒരാളാണ് തെമ്മാടിയായ ഒരാളെ പറ്റി പറയുന്നത്. വല്ലാഹി ലൻ യഗ്ഫിർ അല്ലാഹു ലക്, അള്ളാഹുവാണ് സത്യം, നിനക്ക് അള്ളാഹു പുറത്തു തരികയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു? മൻ ഹാദല്ലദീ യതഅല്ല അലയ്യ, എൻ്റെ അധികാരത്തിൽ കൈകടത്തി സംസാരിക്കുന്നവൻ ആരാണ്? എന്നിട്ട് ഒരു വിവാദത്തിൽ കാണാം, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അമല് ആദ്യം മുതൽ തുടങ്ങിക്കൊള്ളുക, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജീവിതം പുതുതായി തുടങ്ങിക്കൊള്ളുക. കാരണം എന്താ, ഈ പാപിയായ ആൾക്കെല്ലാം പുറത്തു കഴിഞ്ഞു, അവനിനി പുതിയ ജീവിതം തുടങ്ങാം. നിൻ്റെ അമലുകളെല്ലാം ബാത്തിലായി കഴിഞ്ഞു, ഈ സ്വാലിഹായ മനുഷ്യൻ്റെ അവനും ഇനി രണ്ടാമത് തുടങ്ങാം എന്ന് പറഞ്ഞതായി ഈ ഹദീസിൻ്റെ ഒരു വിവാദത്തിൽ കാണാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് എപ്പോഴാണ് ഹിദായത്ത് കൊടുക്കുന്നത് നമുക്കറിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഈ സംഭവം. നമുക്ക് ഈ സൂറത്തിലെ ആയത്തുകൾ നോക്കാം. ഖുൽ ഊഹിയ ഇലയ്യ, പറയുക, അല്ല ഖുൽ എന്ന് പറഞ്ഞാൽ പറയുക. ഖുൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന എത്ര സൂറത്തുകളുണ്ട് ഖുർആനിൽ? 5 സൂറത്തുകളുണ്ട്. സൂറത്ത് അൽ കാഫിറൂൻ, പിന്നെ അവസാനത്തെ 3 സൂറത്തുകൾ ഈ സൂറത്ത്. ഈ 5 സൂറത്തുകളാണ് ഖുൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ സൂറത്തുകളിലൊക്കെ പൊതുവായുള്ള കാര്യം നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്നത് വളരെ പ്രധാനപ്പെട്ട ഉസൂൽ ഈമാൻ്റെ ഉസൂലുകളായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. അവസാനത്തെ 3 സൂറത്തിൽ എന്താണ് പറയുന്നത്? സൂറത്തുൽ ഇഖ്ലാസിൽ എന്താണ്? തൗഹീദാണ്. അതുപോലെ തന്നെ ഫലക്കും നാസും, ഈ 2 സൂറത്തുകൾ അതിലും തൗഹീദാണ്. അള്ളാഹിൻ്റെ റുബൂബിയത്തും ഉലൂഹിയത്തും ഒക്കെയാണ് 2 സൂറത്തിലും പറയുന്നത്. സൂറത്തുൽ കാഫിറൂനിൽ അതും തൗഹീദാണ്. ഈ സൂറത്തിലും തൗഹീദ് ആവർത്തിച്ച് അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അതൊക്കെയാണ് സൂറത്തുൽ ജിന്നിലും പറയുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, മനുഷ്യൻ പറയുന്ന കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തൗഹീദ് എന്ന് പറയുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളെ പഠിപ്പിക്കാൻ അള്ളാഹു ഏൽപ്പിച്ച കാര്യങ്ങൾ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ദീനിൻ്റെ ഉസൂലുകൾ, ഈമാൻ എന്ന് പറയുന്നത്, അതൊക്കെ ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഖുൽ ഊഹിയ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു, അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി, ഒരു സംഘം ജിന്നുകൾ കേട്ടിട്ടുണ്ട് എന്ന കാര്യം. ഇസ്തമഅ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കുക അല്ലേ. വിശുദ്ധ ഖുർആനിൽ ഓരോ പദങ്ങളും തിരഞ്ഞെടുക്കുന്നത് വളരെ ഭംഗിയോടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ല, ഓരോ വാക്കും ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം പ്രസക്തമായ, അങ്ങേയറ്റം ആശയം ഉൾക്കൊള്ളുന്ന ഉദ്ദേശപൂർണമായ ഒരു തിരഞ്ഞെടുപ്പാണ്. വെറുതെ ഒരു വാക്ക് ഉപയോഗിക്കുന്നതല്ല. ഇപ്പോൾ കേൾക്കുക എന്നുള്ളതിന് പല വാക്കുകളുണ്ട്. സമിഅ എന്ന് പറയാം, അൻസത എന്ന് പറയാം. ഇസ്തമഅ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കേൾക്കുകയും ഉദ്ദേശത്തോടു കൂടി, നിയ്യത്തോടു കൂടി, മനസ്സിലാകണം എന്ന ആഗ്രഹത്തോടു കൂടി കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഇസ്തമഅ എന്ന് പറയാം. ഒരു സംസാരം കേട്ടിട്ട് അത് മനസ്സിലാവാത്തവനെ പറ്റി ഇസ്തമഅ എന്ന് പറയില്ല, അതിന് അൻസത എന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ ഈ ജിന്നുകൾ ശ്രദ്ധിച്ചു കേട്ടു. നഫറും മിനൽ ജിന്നി, നഫർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നഫർ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം നൂന് ഫ റ എന്ന് പറയുന്നത് അത്തബാഉദ്, അകന്നു പോവുക എന്നുള്ളതാണ് വാക്കിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം, അസ്ല്. അതിൽ നിന്നുണ്ടായതാണ് നഫർ എന്നുള്ള വാക്ക്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥം അൽ മഅനൽ അസ്ലി എന്ന് പറയുന്നത് അത്തബാഉദ് എന്നുള്ളതാണ്. അതിൽ നിന്ന് പിന്നെ രണ്ടാമതൊരു അർത്ഥം ഉണ്ടായി. എന്താണത്? ദൂരേക്ക് പോവുക. കാരണം അകലുക എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക, ദൂരേക്ക് പോവുക, ഇറങ്ങി പുറപ്പെടുക. ആ അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻഫിറു, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുക. ഇൻഫിറു ഖിഫാഫൻ വസിഖാല. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ഈ വാക്ക് നഫറ യൻഫിറു എന്നുള്ള ഫെയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പുറപ്പെടുക എന്നുള്ള അർത്ഥത്തിലാണ്. അതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് നഫർ എന്നുള്ളത്. എന്താണ് നഫർ എന്ന് പറഞ്ഞാൽ? 3 മുതൽ 10 വരെ ആളുകളുടെ സംഘത്തിനാണ് നഫർ എന്ന് പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് അതിന് നഫർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്? ഈ സംഘത്തിന് ഒരു മനുഷ്യൻ അവനോട് ഏറ്റവും അടുത്ത ആളുകൾ എന്ന അർത്ഥത്തിൽ നഫറുർ റജുൽ എന്ന് പറയും. എന്താണത്? അവനൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ആളുകളാണ് അവൻ്റെ നഫറു അർ റജുൽ എന്ന് പറയുന്നത്.
അപ്പോൾ ഏതൊരാൾക്കും ഏറ്റവും അടുത്ത ആളുകൾ ഒരു 10-ൽ താഴെ ആൾക്കാരേ ഉണ്ടാവുള്ളൂ അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവനെ സഹായിക്കാൻ സാധാരണഗതിയിൽ. അപ്പോൾ അത് ആ എണ്ണത്തിന് പിന്നീട് ഈ വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി, 3 മുതൽ 10 വരെയുള്ള എണ്ണത്തിൽ. നഫറുൻ മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട ഒരു സംഘം. അപ്പോൾ ഒരു സംഘം എന്നുള്ളതിന് വേറെ അറബിയിൽ വാക്കുകളുണ്ട്. ത്വായിഫത്ത് എന്ന് പറയും, ജമാഅത്ത് എന്ന് പറയും. പക്ഷെ ആ കൂട്ടത്തിൽ നിന്നൊക്കെ വളരെ അർത്ഥവത്തായ ഒരു വാക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ത്വായിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ത്വായിഫത്ത് എന്ന് പറഞ്ഞാൽ എണ്ണമൊന്നും കണക്കില്ല. ത്വായിഫത്ത് എന്നുള്ള വാക്കുണ്ടായത് തവാഫ്, താഫ, അതുപോലെ തൗഫ് എന്നുള്ള വാക്കിൽ നിന്ന്. തൗഫ് എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക. അപ്പോൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ചുറ്റി നടക്കുന്ന ആളുകൾ എന്നുള്ളതാണ് ത്വായിഫത്ത് എന്ന് പറഞ്ഞാൽ. ഒരു ഗ്രൂപ്പ് തന്നെയാണ് എല്ലാത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഒരേ ആശയത്തിന് വേണ്ടി, ഒരേ ആദർശത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ത്വായിഫത്ത് എന്ന് പറയും. കാരണം എന്താ? ഈ ആശയത്തിന് വേണ്ടി അവർ നടക്കുകയാണ്. ഫിസിക്കലായിട്ട് അവർ നടക്കുന്നില്ലെങ്കിലും ഈ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഈ ആശയം കൊണ്ട് അവർ നടക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ത്വായിഫത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് ജിന്നുകളുടെ കാര്യത്തിൽ ത്വായിഫത്ത് എന്ന് ഉപയോഗിക്കാതിരുന്നത്? കാരണം ത്വായിഫത്ത് എന്ന് പറഞ്ഞാൽ അവർ സഞ്ചരിക്കുന്നവർ എന്നുള്ള അർത്ഥം ഇല്ല. അടിസ്ഥാനപരമായിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് എന്തായി, ഒരു ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്നായി മാറിയിട്ടുണ്ട് ത്വായിഫത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ജിന്നുകൾ അവരുടെ നാട് വിട്ട് മക്കയിലേക്ക് വന്നതാണ് എന്നർത്ഥം കിട്ടൂല ത്വായിഫത്ത് എന്ന് പറഞ്ഞാൽ. ത്വായിഫത്ത് എന്നുള്ള വാക്കിൻ്റെ അസലിൽ അർത്ഥമുണ്ടെങ്കിലും അത് മാറിയിട്ടുണ്ട് പ്രയോഗത്തിൽ. മാത്രമല്ല എണ്ണവും കിട്ടുന്നില്ല. 3 മുതൽ 10 വരെ എന്നുള്ള അർത്ഥമില്ല ത്വായിഫത്തിന്. എത്ര പേരും ആവാം. ത്വായിഫത്തുൽ മൻസൂറ എന്ന് പറയില്ലേ, എത്ര ആളുകളും ആവാം. ജമാഅത്ത് എന്ന് പറഞ്ഞാലോ, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ജമാ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടി. അപ്പോൾ ഒരുമിച്ച് കൂടുന്നവരൊക്കെ ജമാഅത്താണ്. അത് ഒരേ ആശയത്തിന് വേണ്ടി ആവാം, അല്ലാതിരിക്കാം, യാത്ര ചെയ്യാം, ചെയ്യാതിരിക്കാം, എണ്ണം യാതൊരു പരിധിയില്ല. അപ്പോൾ സംഘം എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഏറ്റവും വിശാലമായ വാക്കാണ് ജമാഅത്ത് എന്നുള്ളത്. ആളുകൾ കൂടിയാൽ മതി. അതിന് ഈ പറഞ്ഞതുപോലെ ജിന്നുകളുടെ വിഷയത്തിൽ ഈ അർത്ഥങ്ങളൊന്നും കിട്ടുന്നില്ല. എണ്ണത്തിൻ്റെ അർത്ഥമില്ല, അവർ ദൂരെ നിന്ന് വന്നവരാണെന്നുള്ള അർത്ഥമൊന്നുമില്ല. അപ്പോൾ നഫർ എന്നുള്ള വാക്കാണ് ഏറ്റവും കൃത്യമായ വാക്ക്. 3 മുതൽ 10 വരെ ആളുകൾ, അതുപോലെ അവർ ദൂരെ നിന്ന് വന്നവരാണ്. നഫറും മിനൽ ജിന്നി, ജിന്നുകൾപ്പെട്ട ഒരു സംഘം ആളുകൾ. ഫഖാലു, അവർ പറഞ്ഞു, ഇന്ന സമിഅന ഖുർആനൻ അജബ, ഞങ്ങൾ വളരെ അത്ഭുതകരമായ ഖുർആൻ കേൾക്കുകയുണ്ടായി എന്നവർ പറഞ്ഞു. അപ്പോൾ അവർ തങ്ങളുടെ കൗമിൻ്റെ അടുക്കൽ പോയി പറഞ്ഞ വാക്കാണിത്. ഞങ്ങൾ വളരെ അത്ഭുതകരമായ ഒരു കിതാബ് കേട്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അജബ് എന്നുള്ള വാക്ക് അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കാര്യം അതിൻ്റെ കാരണം അറിയാതിരിക്കുമ്പോഴാണ്. ഒരു കാര്യം നമ്മൾ കണ്ടു, അതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല, അതിനാണ് അജബ് എന്ന് പറയാം. വിശുദ്ധ ഖുർആൻ അവർ കേട്ടു. അപ്പോൾ സാധാരണ മനുഷ്യരുടെ സംസാരം പോലെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്തുകൊണ്ട് വ്യത്യസ്തമായി എന്ന് മനസ്സിലാകുന്നില്ല, അതിനാണ് അജബ് എന്ന് പറയാം. അപ്പോൾ അത്ഭുതകരമായ സംസാരം എന്നാണ് അവർ വിശുദ്ധ ഖുർആനെക്കുറിച്ച് പറയുന്നത്. എന്താണ് ഈ അത്ഭുതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഫസ്സിറുകൾ പറയുന്നത് കാണാം, സാധാരണ മനുഷ്യരുടെ സംസാരത്തിൽ നിന്ന് വ്യത്യസ്തമായ സാഹിത്യ ഭംഗി, അതുപോലെ തന്നെ ആശയങ്ങളും, വളരെ മനോഹരമായ ആശയങ്ങളും. ഈ 2 കാര്യങ്ങളാണ് അജബ് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത്. കേൾക്കുമ്പോൾ വളരെ അത്ഭുതകരമാണ്, അതിൻ്റെ സാഹിത്യ ഭംഗി, അതുപോലെ അതിൻ്റെ ആശയവും വളരെ അത്ഭുതകരമാണ്. അപ്പോൾ അത്ഭുതം എന്നുള്ളതിന്, അത്ഭുതകരമായ ഖുർആൻ എന്നുള്ള ആ വിശേഷണം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അൽ വസ്ഫു ബിൽ മസ്ദർ എന്ന് പറയും അറബിയിൽ. എന്താണ് അജബ് എന്ന് പറഞ്ഞാൽ? ശരിക്ക് അത്ഭുതകരം എന്നല്ല അർത്ഥം, അത് അഡ്ജക്റ്റീവ് അല്ല, ഒരു സിഫത്തല്ല. അജബ് എന്നത് മസ്ദറാണ്, അത്ഭുതം. അത്ഭുതമുള്ളത് എന്ന് പറയണമെങ്കിൽ അജീബ് എന്ന് പറയണം, അല്ലെങ്കിൽ ഉജാബ് എന്ന് പറയണം. ഇന്ന ഹാദ ലശൈഉൻ ഉജാബ് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അജീബ് അല്ലെങ്കിൽ ഉജാബ് എന്നുള്ളതാണ് സിഫത്ത്, നഅത്ത്, അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ മസ്ദറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? നമ്മളിപ്പോൾ എല്ലാ ഭാഷയിലും ഉണ്ടാവും. ഭംഗി എന്ന് പറയുന്നത് മസ്ദറാണ്, ഭംഗിയുള്ളത് എന്ന് പറയുന്നതാണ് സിഫത്ത് അല്ലെ നഅത്ത്. അതുപോലെ നീളം എന്ന് പറയുന്നത് ഒരു ഇസ്മാണ്, ആ നീളമുള്ളത് എന്ന് പറയുന്നതാണ് സിഫത്ത്, നീളമുള്ളവൻ, നീളമുള്ളവൾ എന്ന് പറയുന്നത്. കറുപ്പ് എന്ന് പറയുന്നത് നിറമാണ്, കറുത്തവൻ, കറുത്തവൾ എന്ന് പറയുന്നതാണ് സിഫത്ത്. ഇവിടെ ഈ മസ്ദർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നീളം അല്ലെങ്കിൽ കറുപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ അജബ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പോഴാണ് അത് ഉപയോഗിക്കുക? ആ സിഫത്ത് അങ്ങേയറ്റം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മസ്ദർ ഉപയോഗിച്ചിട്ട് പറയുന്നത്. നീളമുള്ളത് എന്ന് പറയേണ്ടതില്ല, അവൻ തന്നെയാണ് നീളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അൽ വസ്ഫു ബിൽ മസ്ദർ എന്ന് പറയും. വിശുദ്ധ ഖുർആൻ്റെ അത്ഭുതം അത്രയുമുണ്ട് എന്നർത്ഥം. യഹ്ദി ഇല റുഷ്ദി, ഈ വിശുദ്ധ ഖുർആൻ റുഷ്ദിലേക്ക് വഴി കാണിക്കുന്നു. റുഷ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? റുഷ്ദ് എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്തു തരീഖ്, അല്ലെങ്കിൽ ഇസ്തിഖാമത്തു തരീഖ, ചെയ്യുന്ന കാര്യങ്ങൾ നേരെ ചൊവ്വയാവുക.
അത് എല്ലാ കാര്യങ്ങളിലും വിശ്വാസ കാര്യങ്ങൾ, നേരെ ചൊവ്വയുള്ള വിശ്വാസം, വക്രതയില്ലാത്ത വിശ്വാസം, അതുപോലെ യാതൊരു ന്യൂനതയുമില്ലാത്ത അമലുകൾ, ഇതൊക്കെയാണ് റുഷ്ദ് എന്ന് പറയുന്നത്. റുഷ്ദിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വിപരീതം എന്താണ്? ഗയ്യ് എന്നാണ് പറയുക, ദലാലത്ത്. അപ്പോൾ നേർക്ക് നേരെയുള്ള മാർഗത്തിലേക്ക് ഈ വിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്നു. ഇവിടെ ഖുർആൻ അജബ യഹ്ദി ഇല റുഷ്ദി. ചില പണ്ഡിതന്മാർ പറയുന്നത് അജബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാഹിത്യ ഭംഗി, യഹ്ദി ഇല റുഷ്ദി എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഭംഗി, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങളുടെ ഭംഗി. അജബ് എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടും ഉൾക്കൊള്ളുന്നുണ്ട്, സാഹിത്യ ഭംഗിയും അത്ഭുതകരമായ ആശയങ്ങളും. പക്ഷേ അടുത്ത് തന്നെ യഹ്ദി ഇല റുഷ്ദി എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പക്ഷേ അജബ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് സാഹിത്യ ഭംഗി മാത്രമായിരിക്കാം. യഹ്ദി ഇല റുഷ്ദ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിലെ ആശയങ്ങളെക്കുറിച്ച് പറഞ്ഞതുമാണ്. ജിന്നുകൾക്ക് വിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണ് അവർ പറയുന്നത്. ആദ്യം ഖുർആൻ അജബ എന്ന് പറഞ്ഞു, പിന്നെയാണ് യഹ്ദി ഇല റുഷ്ദ് എന്ന് പറയുന്നത്. ഇത് നഹ്വിൽ എന്താണ് സിഫത്തുൻ സാനി എന്ന് പറയുക. അജബൻ എന്നുള്ളത് ഒന്നാമത്തെ സിഫത്തും യഹ്ദി ഇല റുഷ്ദി എന്നുള്ളത് രണ്ടാമത്തെ സിഫത്താണ്. എന്തുകൊണ്ട് ഈ ഓർഡറിൽ പറഞ്ഞു? ആദ്യം യഹ്ദി ഇല റുഷ്ദി എന്ന് പറഞ്ഞില്ല? വിശുദ്ധ ഖുർആൻ്റെ ആശയമാണോ കൂടുതൽ വലുത് പ്രധാനം, അതല്ല സാഹിത്യ ഭംഗിയാണോ പ്രധാനം? ആശയമാണ് അല്ലേ, ഏത് കിതാബിൻ്റെയും ആശയമാണ് പ്രധാനം. പക്ഷെ എന്തുകൊണ്ട് സാഹിത്യ ഭംഗിയെക്കുറിച്ച് ആദ്യം പറഞ്ഞു? അജബൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ യഹ്ദി ഇല റുഷ്ദി എന്ന് പറഞ്ഞു. ഒരാളൊരു സംസാരം കേൾക്കുമ്പോൾ ആദ്യം അയാളുടെ ശ്രദ്ധയിൽപ്പെടുക അതിൻ്റെ സാഹിത്യ ഭംഗിയാണോ ആശയങ്ങളാണോ? സാഹിത്യ ഭംഗിയാണ്. ആദ്യത്തെ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗി മനസ്സിലാവും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ആശയമുണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെയാണ്, ആ ആശയം പൂർത്തിയാകുമ്പോഴാണ് മനസ്സിലാവുക. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. കാരണം ജിന്നുകളാണ് സംസാരിക്കുന്നത്, അവരുടെ വാക്കാണ്. യഹ്ദി ഇല റുഷ്ദി ഫആമന്ന ബിഹി. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകതയാണ്, ഖുർആൻ്റെ ആശയങ്ങളെന്ന് പറയുന്നത് അത്ഭുതകരമായ ആശയങ്ങളാണ്. റുഷ്ദിലേക്ക്, പക്വത എന്ന് പറയാറുണ്ട് റുഷ്ദ് എന്നുള്ളതിന് അല്ലേ. സൂറത്ത് നിസായിൽ പറഞ്ഞത് യത്തീം കുട്ടികളെക്കുറിച്ച്, വബ്തലുൽ യതാമ ഹത്താ ഇദാ ബലഗു നിക്കാഹ ഫഇൻ ആനസ്തും മിൻഹും റുഷ്ദൻ ഫദ്ഫഉ ഇലൈഹിം അംവാലഹും. യത്തീം കുട്ടികൾ അവർ നിങ്ങളുടെ കീഴിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ യത്തീമിനെ നോക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കുക, അവരുടെ സ്വത്ത് നിങ്ങൾ കയ്യിൽ വെക്കുക. പ്രായപൂർത്തിയായാൽ ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദൻ, അവർക്ക് പക്വതയുണ്ടെന്ന് തോന്നിയാൽ, പ്രായപൂർത്തിയായതുകൊണ്ട് മാത്രം അവരുടെ സമ്പത്ത് കൊടുക്കേണ്ടതില്ല, അത് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യാം. അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ സ്വന്തം കയ്യിലാക്കാതെ അത് ഉപയോഗിക്കാം, അവർക്ക് വേണ്ടി ചിലവഴിക്കാം. എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദൻ, റുഷ്ദ് ഉണ്ടെങ്കിൽ. അപ്പോൾ പക്വത, ഉത്തരവാദിത്വ ബോധം, ഇതൊക്കെയാണ് റുഷ്ദ് എന്ന് പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ റുഷ്ദിലേക്ക് നയിക്കുന്നതാണ്, ഏത് മേഖലയിലാണെങ്കിലും അല്ല, എല്ലാ മേഖലയിലും പക്വതയിലേക്ക്, അതുപോലെ തന്നെ വക്രതയില്ലാത്ത, നേരെ ചൊവ്വയിലുള്ള ന്യൂനതകളില്ലാത്ത കൃത്യമായ മാർഗ്ഗദർശനം നൽകുന്നതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതിനാദ്യം നമ്മളെന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആൻ്റെ ഈ ഹിദായത്ത്, ഈ റുഷ്ദ് നമുക്ക് കിട്ടണമെങ്കിൽ മറ്റുള്ള നമ്മുടെ മുൻവിധികൾ മാറ്റിവെക്കണം. അല്ല, നമ്മളിപ്പോൾ പല മേഖലകളിലും പ്രവർത്തിക്കുന്നവരായിരിക്കും. ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പല റോളുകളുണ്ടാവും, കുടുംബജീവിതം ഉണ്ടാവും, കച്ചവടം ഉണ്ടാവും, പല ഉത്തരവാദിത്തങ്ങളുണ്ടാവും. ആ മേഖലകളിലൊക്കെ എങ്ങനെ പെരുമാറണം, എന്ത് ചെയ്യണം എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊക്കെയുള്ള റുഷ്ദ് എന്താണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക മേഖല എങ്ങനെ, കുടുംബജീവിതം എങ്ങനെ, എല്ലാ കാര്യങ്ങളും. പക്ഷേ അതെന്ത് വേണം? അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഖുർആൻ നമ്മൾ പഠിക്കണം. രണ്ടാമത് ഖുർആൻ പഠിക്കുന്നത് ഖുർആനിൽ നിന്നായിരിക്കണം. നേരത്തെ നമ്മുടെ കയ്യിലുള്ള മുൻവിധികൾ വെച്ചിട്ട് അതിനനുസരിച്ച് ഖുർആനെ വളച്ചൊടിക്കാൻ തീരുമാനിച്ചാലോ അവർക്ക് യുദുല്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ, ഖുർആൻ കൊണ്ട് തന്നെ അള്ളാഹു ആളുകളെ പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഒരാൾ ഖുർആനിൽ നിന്ന് നേരത്തെ മനസ്സിലാക്കിയ തൻ്റെ ദലാലത്തുകൾ, സമൂഹത്തിൻ്റെ പ്രഷർ കൊണ്ട്, പൊതുബോധം, അതുപോലെ തന്നെ താൻ പല സ്രോതസ്സുകളിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ, അതൊക്കെ എടുത്തിട്ട് ഖുർആൻ പഠിക്കാൻ നിന്നാലോ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ധാരാളം ആളുകളെ നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട്. അല്ല, ഞാൻ ഈ അടുത്ത് ഒരാൾ സംസാരിക്കുന്നത് കേട്ടു. അയാൾ ഖുർആൻ വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെക്കുറിച്ച് പറയാണ്. അപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതൻ മലയാളിയാണ്. അപ്പോൾ എന്താ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായിരുന്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയെ അദ്ദേഹം തൊലാക്ക് ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ ഇയാൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹമേ കഴിച്ചിട്ടില്ല എന്നാണ്. കാരണം എന്താ? കാരണം വളർത്തുമകൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ വളർത്തുമകൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നത് ശരിയല്ല എന്നുള്ളത് ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇയാൾക്ക് അങ്ങനെ തോന്നി. ഇയാളുടെ സമൂഹത്തിൽ, അയാളുടെ ചുറ്റുപാടൊക്കെ അങ്ങനെയാണ് അയാൾ തന്നെ തുറന്ന് പറയുന്നുണ്ട്.
അതൊരു സാമൂഹ്യ മര്യാദയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ ജീവിക്കുന്ന സമൂഹത്തിൽ അയാളുടെ ഇടതും വലതുള്ള 4 വീടുകളിൽ ഇത് ഒരു മര്യാദയല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഖുർആൻ വളച്ചൊടിക്കണം. എന്നിട്ട് അയാൾ ഒടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഞാനിങ്ങനെ വിചാരിച്ചു അയാൾ ഈ വാക്ക് പറഞ്ഞപ്പോൾ ഖുർആൻ തഫ്സീർ ക്ലാസ്സാണ്, വെറുതെ എന്തെങ്കിലും പറയുമല്ലോ. ഓരോ ആയത്തും എടുത്ത് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായി തഫ്സീർ എഴുതിയിട്ടുണ്ട് ഈ അടുത്ത്. അത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഒരുപാട് പേര് ഒന്നിച്ചു കൂടി ഒരു സദസ്സിൽ വെച്ച് ആ തഫ്സീർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇയാൾ പറഞ്ഞു വരുന്നത് ആയത്തിൻ്റെ ഓരോ വേർഡ് ടു വേർഡ് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്ത് പറയും? ജവ്വജ്നാക്കഹ എന്നാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്. അവിടെ എത്തുമ്പോൾ അയാൾ എന്ത് പറയുന്ന ആകാംക്ഷയോടെ ആ ഭാഗം ഒന്ന് കേട്ടു നോക്കി. അയാൾ പറയുന്നത് ജവ്വജ്നാക്കഹ എന്ന് പറഞ്ഞാൽ, സൗജ് എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ പരസ്പരം അടുത്ത ആളുകൾ എന്നൊക്കെ അറബിയിൽ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശിഷ്യയായി മാറി തൊലാഖിന് ശേഷം. ഫലമ്മ ഖളഅ സൈദുൻ മിൻഹാ വതറൻ, സൈദ് അവരെ തൊലാഖ് ചെയ്തപ്പോൾ സവ്വജ്നാക്കഹ, ഞാൻ അവളെ താങ്കളുടെ ശിഷ്യയാക്കി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്ര വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യമാണിത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഹദീസ് നിഷേധം എന്ന് പറയുന്നത് അവർ ഒരു ഭംഗിക്ക് പറയുന്നതാണ്. യഥാർത്ഥത്തിൽ അവർ ഖുർആൻ നിഷേധികളാണ്. അറബിയിൽ അങ്ങനെ അർത്ഥമേ ഇല്ല. സൗജ് എന്നുള്ള വാക്കിന് ഒരുപോലെയുള്ള ആളുകൾ എന്നർത്ഥമുണ്ട്. പക്ഷേ സവ്വജ്തു എന്നുള്ള വാക്കിന് ഇങ്ങനെ ഒരർത്ഥം, ഒരാളുടെ സുഹൃത്താക്കി മാറ്റി, അല്ലെങ്കിൽ ശിഷ്യനാക്കി മാറ്റി, ശിഷ്യയാക്കി മാറ്റി എന്നുള്ളത് അറബികളായ ആളുകൾ ജാഹിലിയ കാലം മുതൽ ഇന്ന് വരെയുള്ള അറബികൾ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു കബീല ഇങ്ങനെ ഉപയോഗിക്കുന്ന അയാൾക്ക് തെളിയിക്കാൻ സാധിക്കില്ല. അങ്ങനെയില്ല അറബിയിൽ. സവ്വജ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിപ്പിച്ചു എന്ന് തന്നെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആനിലുള്ള നിരവധി ആയത്തുകൾ ഈ വഖലഖ്നാകും അസ്വാജ, നിങ്ങളെല്ലാവരും സുഹൃത്തുക്കളായി സൃഷ്ടിച്ചു. അപ്പോൾ ഒരാൾ പറയാണ് വിവാഹം എന്ന് പറയുന്ന പരിപാടിയേ വേണ്ട, അള്ളാഹ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളായിട്ട് സൃഷ്ടിച്ചതാണ്, അതുകൊണ്ട് അത് മതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം വളരെ വികൃതമായ ആശയങ്ങളിലേക്ക്, വികലമായ ആശയങ്ങളിലേക്ക് എത്താൻ സാധിക്കും വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്. ആദ്യം എന്ത് വേണം? നമ്മുടെ മനസ്സിലുള്ള ഇങ്ങനെയുള്ള ബോധങ്ങളും ധാരണകളൊക്കെ മാറ്റി വെച്ചിട്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കണം, ഹദീസുകളിൽ നിന്ന് പഠിക്കണം. അല്ലേ? ഹദീസ് മുഴുവൻ നിഷേധിച്ചു. എന്തിനു വേണ്ടി? ഈ പറഞ്ഞ ഇയാളുടെ ബോധ്യങ്ങൾക്ക് ഹദീസ് കുറച്ച് പ്രയാസമായിരിക്കും. ഹദീസ് ദുർവ്യാഖ്യാനിക്കാൻ, അല്ലെ ഖുർആൻ മാത്രം ദുർവ്യാഖ്യാനിക്കാനാണെങ്കിൽ 6000 ആയത്ത് ദുർവ്യാഖ്യാനിച്ചാൽ മതിയല്ലോ. ഹദീസും കൂടി ദുർവ്യാഖ്യാനിക്കാൻ കുറേ പണിയായിരിക്കും. അപ്പോൾ അത് ആദ്യം തന്നെ മൊത്തത്തിൽ അങ്ങ് നിഷേധിച്ചു. അതാണ് ഇവർ ചെയ്യുന്നത്. എല്ലാം അവരവരുടെ സൗകര്യത്തിന് വേണ്ടി മാത്രം. അല്ലായിരുന്നെങ്കിൽ അല്ലേ, ആയിഷ റളിയല്ലാഹു അൻഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയല്ല, സൈനബ് റളിയല്ലാഹു അൻഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയല്ല. നഊദു ബില്ലാഹ്. ഇതൊക്കെ നിഷേധിക്കുന്ന വ്യക്തി സൈനബ് റളിയല്ലാഹു അൻഹ തൻ്റെ തൊലാഖിന് ശേഷം പിന്നീട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യയായി ജീവിച്ചു എന്ന് പറയുന്ന ഒരു ചരിത്ര വസ്തുത എവിടുന്ന് കൊണ്ടുവന്നു? എവിടുന്ന് കിട്ടിയത്? ആയിഷ ബീവിയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. സ്വഹീഹുൽ ബുഖാരി വേണ്ട. സൈനബ് റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചത് എല്ലാ തഫ്സീറുകളിലും എല്ലാ ഹദീസ് കിതാബുകളിലും കാണുന്നുണ്ട്. അതൊന്നും വേണ്ട. പിന്നെ ഈ ശിഷ്യയായി ജീവിച്ചു എന്നുള്ളത് എവിടുന്ന് കിട്ടി? അത് സ്വന്തം പോക്കറ്റിൽ നിന്ന്. ഇതാണ് ഇങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥ. അപ്പോൾ ആദ്യം ഈ റുഷ്ദ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? വിശുദ്ധ ഖുർആൻ തുറന്ന മനസ്സോടുകൂടി, മനസ്സിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവനവൻ്റെ എന്തെങ്കിലും വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി, അല്ല ചില ആൾക്കാർക്ക് നിസ്സാര കാര്യങ്ങൾ മതി ഖുർആൻ ദുർവ്യാഖ്യാനിക്കാൻ. അല്ല അവന് ചിലപ്പോൾ അവൻ്റെ ഭാര്യയ്ക്ക് സ്വത്ത് കിട്ടിയില്ല, ഭാര്യൻ്റെ ഉപ്പ മരിച്ചപ്പോൾ സ്വത്ത് മുഴുവനായിട്ട് ഭാര്യയ്ക്ക് കിട്ടിയിട്ടില്ല, പെൺമക്കൾ മാത്രമാണ്. അപ്പോൾ കുറച്ച് സ്വത്ത് ഉപ്പാൻ്റെ സഹോദരന്മാർക്ക് പോകും. അപ്പോൾ അതിന് പ്രതികാരം വിശുദ്ധ ഖുർആനോട്, ഇസ്ലാമിനോട് അതിൻ്റെ പ്രതികാരമായിട്ട് ഇസ്ലാമിലെ നിയമങ്ങൾ പൊളിച്ചെഴുതുക. ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ദുർവ്യാഖ്യാനിക്കാൻ തുനിഞ്ഞിറങ്ങിയ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഈ പറഞ്ഞ റുഷ്ദ് എന്ന് പറയുന്നത് എത്തിപ്പെടാൻ സാധിക്കുകയില്ല. ഇവരുടെ ഈ വ്യാഖ്യാനം ഏത് സമൂഹത്തിന് വേണ്ടിയാണോ അവർ വ്യാഖ്യാനിക്കുന്നത്, ആ സമൂഹം തന്നെ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അവരുടെ ബോധ്യങ്ങളൊക്കെ മാറും. ഇപ്പോൾ സ്വന്തം ദത്തുപുത്രനെ വിവാഹം കഴിക്കുക എന്നുള്ളത് മോശമാണ് എന്നുള്ളത്, ഇയാളൊരു 50 വയസ്സിന് മുകളിലുള്ള ആളാണ്, അയാളുടെ പഴയ സ്റ്റോക്ക് വെച്ചിട്ടാണ് അയാൾ പറയുന്നത്. പുതിയ തലമുറക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഉണ്ടോ? അല്ലെ, സ്വന്തം രക്തബന്ധത്തിലുള്ള ആൾക്കാരുടെ കാര്യത്തിൽ വരെ നഊദു ബില്ലാഹ് പല ദലാലത്തുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ദത്തുപുത്രൻ്റെ മകളെ വിവാഹം കഴിക്കുക എന്നുള്ളതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ ഇയാൾ പഴയ 1980 70 അയാളുടെ വിദ്യാഭ്യാസം, LP സ്കൂളിൽ അയാൾ പഠിച്ച കാര്യം അത് ഉപയോഗിച്ചുകൊണ്ട് ഖുർആനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന മുൻവിധികളും അതുപോലെ തന്നെ മറ്റു സ്രോതസ്സുകളിൽ നിന്ന് കിട്ടിയ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിവെച്ച് വിശുദ്ധ ഖുർആൻ പഠിച്ചാൽ ഈ റുഷ്ദ് ഒരാൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. യഹ്ദി ഇല റുഷ്ദി. നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണെങ്കിലും, അല്ല അത് പറഞ്ഞാൽ നീണ്ടുപോകും. അല്ലെ, നമ്മളൊക്കെ പലപ്പോഴും വീഴ്ച വരുത്തിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലൊക്കെ
പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ വർഷങ്ങളോളം പാഴാക്കിയത്, ചിലപ്പോൾ ആയുസ് മുഴുവനും കളഞ്ഞത്. ഖുർആനിലെ ഒരു അരവരി ആയത്ത് നമ്മൾ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളായിരിക്കും. അല്ല, ചില ആൾക്കാർ കുറേ സമ്പാദിച്ചു കൂട്ടിയിട്ട് എല്ലാം പാഴാക്കി അവസാനം കടക്കാരായി മാറിയത്, ആളുകളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്തായിരിക്കും കാരണം? പലിശ. അല്ല, ആവശ്യത്തിനും ആവശ്യത്തിൽ കൂടുതലും അള്ളാഹു തആല കൊടുത്തിട്ടുണ്ടാകും. സ്വന്തം ജീവിതത്തിനും സ്വന്തം 3-4 തലമുറകൾക്കും കഴിയാനുള്ള സമ്പത്തുണ്ടാകും. അത് പോരാഞ്ഞിട്ട് അയാൾ തന്നെ ഒരു ലക്ഷ്യം തീരുമാനിച്ചിട്ടുണ്ടാകും, എനിക്ക് ഇന്ന ലക്ഷ്യത്തിലെത്തണം. അതിനുവേണ്ടി ഒരു പലിശ ഇടപാട് തുടങ്ങി, ചെറിയൊരു ഇടപാട്. അതിൽ തുടങ്ങിയിട്ട് അവസാനം ആളുകളുടെ മുന്നിൽ കൈനീട്ടി നടക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്താണ്? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അതുപോലെ തന്നെ ഫഅദനു ബിഹർബിൻ മിനല്ലാഹി ഫഇൻ തഫഅലു ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. പലിശ ഇടപാട് നിർത്തിയിട്ടില്ലെങ്കിൽ ഫഅദനു ബിഹർബിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള യുദ്ധം നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക. അപ്പോൾ ഈ ഒരു ആയത്ത് മനസ്സിൽ തട്ടിയ ഒരാളാണെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നാലെ പോവില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് അയാളുടെ ജീവിതം മുഴുവൻ പാഴായിട്ടുണ്ടാകും. അതുപോലെ നിരവധി കാര്യങ്ങൾ, അല്ലേ? മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ആളുകൾ, അവരോട് മോശമായി പെരുമാറുന്നവർ, അവസാനം അതിൻ്റെ തിരിച്ചടി സ്വന്തം മക്കളിൽ നിന്ന് കിട്ടും. അപ്പോൾ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടാകും. ആ സമയത്ത് വിലപിക്കുന്ന ആൾക്കാരുണ്ട്, തിരുത്താൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ടാകും. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ആ ഒരു കൽപ്പന പാലിച്ചിരുന്നെങ്കിൽ ഈ വിഷമം ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ തലമുറകളായി ഈ ഉഖൂഖ്, മാതാപിതാക്കളോടുള്ള ധിക്കാരം, നന്ദികേട്, അത് കൈമാറിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവർ നോക്കിയാൽ വല്യുപ്പ അറിയപ്പെട്ട അക്രമിയായിരിക്കും അയാളൊപ്പാനോട്. അതേ മാർഗ്ഗത്തിൽ മക്കളും പേരക്കുട്ടികളും 3-4 തലമുറകൾ നമ്മുടെ കൺമുന്നിൽ തന്നെ കാണാം. ഒരുപക്ഷെ അത് ഇനിയും തുടർന്നു പോകും. എന്താണ് കാരണം? അള്ളാഹുവിൻ്റെ ഈ കൽപ്പന. നിരവധി കാര്യങ്ങൾ. വഖുൽ ഇബാദി യഖൂലു അല്ലതി ഹിയ അഹ്സൻ ഇന്ന ശൈത്താന യൻസഖു ബൈനഹും. നല്ല വാക്ക് പറയുക, പിശാച് നിങ്ങൾക്കിടയിൽ തെറ്റിക്കും. അല്ലേ? ചിലപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാത്ത, ഒരേ അഭിപ്രായങ്ങളുള്ള, ഒരേ നിലപാടുകളുള്ള ആളുകളായിരിക്കും. വാക്കിൽ വന്നുപോയ ഒരു ചെറിയ ഒരു പ്രയോഗം, ഒരു പരിഹാസം, ഒരു സുഹൃത്തിന് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറഞ്ഞു, ആ വാക്കിൻ്റെ പേരിൽ അവരുടെ ബന്ധം അതോടുകൂടി തകർന്നു പോയിട്ടുണ്ടാവും. വർഷങ്ങളോളമുള്ള ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ടാവും. എന്താ കാരണം? മോശമായൊരു വാക്ക്. വഖുൽ ഇബാദി യഖൂലു അല്ലതി ഹിയ അഹ്സൻ. അല്ലാഹു തആല പറഞ്ഞ എന്താണ്? നല്ല വാക്ക് നിങ്ങൾ പറയുക എന്നല്ല, ഏറ്റവും നല്ല വാക്ക്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇന്ന ശൈത്താന യൻസഖു ബൈനഹും. ശൈത്താൻ നിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കും. അല്ലെ? ആ വാക്ക് കാരണം അപ്പം തന്നെ തെറ്റിപ്പോകുമെന്നല്ല, പിന്നീട് പിശാച് നിങ്ങൾ തമ്മിൽ തെറ്റിക്കും. ഒരു സദസ്സിൽ വെച്ച് തമാശയായിട്ട് നമ്മൾ പറഞ്ഞതായിരിക്കും, നമ്മൾ സുഹൃത്തിനെ പരിഹസിച്ചുകൊണ്ട് അവിടെയുള്ള എല്ലാവരും ചിരിപ്പിക്കാൻ വേണ്ടി. അവനും കൂട്ടത്തിൽ ചിരിച്ചിട്ടുണ്ടാവും, പക്ഷെ തിരിച്ചു പോയിട്ട് അവൻ ഈ വാക്കിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. പിശാച് അവനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ്റെ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലകളിലും, വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനകൾ നമ്മളനുസരിച്ചാൽ നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതിൽ ഏറ്റവും വലിയ ദുരന്തം പരലോകത്ത് ഖേദിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പരലോകത്ത് ശിർക്ക് ചെയ്തതിൻ്റെ പേരിൽ, ഹറാമുകൾ ചെയ്തതിൻ്റെ പേരിൽ നരകം മുന്നിൽ കാണുന്ന അവസ്ഥയാണ് ഏറ്റവും വലിയ ദുരന്തം. അത് ഒഴിവാക്കാൻ വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനകൾ, ഈ റുഷ്ദ് അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അല്ലെ? കുറേ ആളുകൾ ശിർക്ക് ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണ്? നാട്ടുകാരെ പേടിച്ചിട്ട്, മഹല്ല് കമ്മിറ്റിയെ പേടിച്ചിട്ട്, അതുപോലെ തന്നെ മറ്റു പല ആളുകളുടെ പ്രഷർ പേടിച്ചിട്ടാണ് ശിർക്കും ബിദ്അത്തുകളും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ പരലോകത്തെത്തുമ്പോൾ എന്ത് സംഭവിക്കും? സൂറത്ത് അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ അവർ ഞങ്ങളുടെ നേതാക്കന്മാരെ പിന്തുടർന്നു. റബ്ബന ആതിഹിം ദഅഫൈനി മിനൽ അദാബി വലഅൻഹും ലഅനൻ കബീറ. ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണം, ഇവരെ ശപിക്കണം എന്നൊക്കെ അവിടെ വെച്ച് വിളിച്ച് പറയും. എന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവുകയില്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ റുഷ്ദ് എന്ന് പറയുന്നത് എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്നതാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും നേരായതിലേക്ക് വിശുദ്ധ ഖുർആൻ വഴി കാണിക്കുന്നു. ഇമാം മുഹമ്മദ് അമീൻ ഷൻഖീത്തി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അദ്വാഉൽ ബയാൻ എന്ന് പറയുന്ന തഫ്സീറിൽ ഈ ആയത്ത്, സൂറത്തുൽ ഇസ്രായിലെ ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം എന്ന ആയത്ത്, അത് വായിക്കേണ്ടതാണ്. സാധിക്കുന്ന ആൾക്കാർ വായിച്ചു നോക്കാം. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം 16 പേജ് വിശദീകരിക്കുന്നുണ്ട് ഈ ആയത്ത് മാത്രം. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം വിശദീകരിക്കാത്ത തഫ്സീറാണ്. പ്രധാനപ്പെട്ട ആയത്ത് എല്ലാം പ്രധാനം തന്നെയാണ് ഖുർആനിലെ. ചില സ്ഥലങ്ങൾ മാത്രമാണ് അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുക. അപ്പോൾ ഈ ആയത്തിൽ, സൂറത്തുൽ ഇസ്രായിൽ, ഈ ആയത്ത് 16 പേജ് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല കാര്യത്തിലേക്ക് വഴി നടത്തുന്നു, വഴി കാണിക്കുന്നു എന്ന് പറയുന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പല മേഖലകളിലുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ജിന്നുകൾ പറയുകയാണ്, യഹ്ദി ഇല റുഷ്ദി ഫആമന്ന ബിഹി, ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു. വലൻ നുശ്രിക ബിറബ്ബിന അഹദ, ഞങ്ങളുടെ റബ്ബിൽ ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല. മുമ്പ് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്,
അഹദൻ എന്നുള്ള വാക്ക് നെക്കിറയാണ്. എന്താ നെക്കിറ എന്ന് പറഞ്ഞാൽ നമ്മളെ അലിഫ്ലാമുള്ള ഇസ്മുകൾക്കാണ് മാരിഫ എന്ന് പറയാം. അതില്ലാത്തത് നെക്കിറ എന്ന് പറയും. ലളിതമായിട്ട് പറഞ്ഞാൽ അൽ കിതാബു കിതാബൻ. അപ്പോൾ ഒരു നിയമമുണ്ട്. എന്താണ്? നെക്കിറയായിട്ടുള്ള ഒരു ഇസ്മ് നിഷേധാർത്ഥത്തിലുള്ള ഒരു സെൻറ്റൻസിൽ വന്നാൽ ലാ, ലൻ, ലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് ശേഷം ഒരു നെക്കിറ വന്നാൽ അത് ആ വർഗം മൊത്തം നിഷേധിക്കുന്ന അർത്ഥം കിട്ടും. വലൻ നുശ്രിക ബിറബ്ബിന അഹദൻ, ഒരാളെയും ഞങ്ങളുടെ റബ്ബിൽ ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല. അപ്പോൾ പങ്കു ചേർക്കാൻ ആരുമില്ല. അള്ളാഹുവിന് പുറമെ ഒരാളെയും ആരാധിക്കുകയില്ല. ഈ ജിന്നുകൾക്ക് വിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ ആലോചിച്ച് നോക്കണം. ഒരൊറ്റ കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. ഒരൊറ്റ സന്ദർഭം മാത്രമേ അവർ ഖുർആൻ കേട്ടിട്ടുള്ളൂ. അതോടുകൂടി അവർക്ക് മനസ്സിലായി വിശുദ്ധ ഖുർആൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് എന്നുള്ളത്. അത് തൗഹീദാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഖുർആൻ മുഴുവനും തൗഹീദാണ്, തുടക്കം മുതൽ അവസാനം വരെ. സൂറത്തുൽ ഫാത്തിഹയുടെ പ്രധാനപ്പെട്ട ആയത്ത് എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവസാനം ഖുൽ ഹുവല്ലാഹു അഹദ്. ഇങ്ങനെ ഖുർആനിലെ ഏത് ഭാഗം എടുത്ത് നോക്കിയാലും തൗഹീദാണ് ഖുർആൻ മുഴുവനും. അത് ജിന്നുകൾക്ക് മനസ്സിലായി. ചില ബാഹിഥ്യങ്ങൾ, വിശുദ്ധ ഖുർആനെക്കുറിച്ച് റിസർച്ച് നടത്തുന്ന എഴുത്തുകാരായിട്ടുള്ള ആളുകൾ, ഒരാൾ ഈ ജിന്നുകൾ കേട്ട സൂറത്ത് ഏതാണ് എന്നതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ട്. അതൊരു നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന കാര്യമല്ല, വ്യക്തമായ തെളിവുകളൊന്നുമില്ല. പക്ഷേ ഈ വ്യക്തി എന്താണ് ചെയ്തത്? ഈ സൂറത്തിൽ ജിന്നുകൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എടുത്ത് നോക്കിയിട്ട് അവരേത് സൂറത്തായിരിക്കാം കേട്ടത് എന്ന് ഒരു പരിശോധന. അപ്പോൾ ഇതേ ഉള്ളടക്കം എല്ലാം വരുന്ന ഇതിലിപ്പോൾ മത്തഖദ സാഹിബത്തൻ വല വലദ എന്ന് പറയുന്നുണ്ട്, ഗൈബിനെ കുറിച്ച് പറയുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഏത് സൂറത്തായിരിക്കും അവർ കേട്ടത്? കാരണം ഒരൊറ്റ പ്രാവശ്യമാണല്ലോ കേട്ടിട്ടുള്ളൂ. ഖുർആൻ കുറേ ഭാഗങ്ങളൊന്നും കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം പറയുന്നത് ഏതായിരിക്കാം എന്നൊരു പഠനം നടത്തിയിട്ട് കണ്ടെത്തിയത് സൂറത്തുൽ അൻആമാണ്. സൂറത്തുൽ അൻആമിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവർ ഇതിൽ പറയുന്നത്. അതിൽ അനുകൂലമായിട്ടുള്ള മറ്റൊരു കാര്യം, സൂറത്തുൽ അൻആം മക്കിയായ സൂറത്താണ്. വലിയ സൂറത്തുകളുടെ കൂട്ടത്തിൽ അപൂർവമായിട്ട് ഉള്ള മക്കിയായ സൂറത്തുകളൊന്നാണ്. സൂറത്തുൽ അൻആം മക്കിയാണെന്നുള്ള തർക്കമില്ല. മക്കയിൽ അവതരിച്ച സൂറത്താണ്. ഹിജ്റ ഏകദേശം 5 സൂറത്തുൽ അൻആം അവതരിക്കുന്നതെന്നാണ് മുഫസ്സിരിങ്ങൾ അതിലെ ചില ആയത്തുകളൊക്കെ വെച്ചിട്ട് പറയുന്നത്, അതിലെ ചില സംഭവങ്ങളൊക്കെ വെച്ചിട്ട്. സൂറത്തുൽ ജിന്ന് അവതരിച്ചിട്ടുള്ളത് ഹിജ്റയുടെ തൊട്ട് മുമ്പാണ്. ഹിജ്റ 5 എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? ഹിജ്റ അല്ല, നുബുവത്തിന് ശേഷം 5ാമത്തെ വർഷം. സൂറത്തുൽ ജിന്ന് ഏകദേശം 10ാമത്തെ വർഷമാണ് അവതരിക്കുന്നത്. ഹിജ്റയുടെ തൊട്ട് മുമ്പായിട്ടാണ് അവതരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധ്യത കൂടുതലാണ്. സൂറത്തുൽ അൻആം ആയിരിക്കാം കേട്ടത്, അല്ലാഹു ആലം. ഫആമന്ന ബിഹി വലൻ നുശ്രിക ബിറബ്ബിന അഹദ. സൂറത്ത് അൻആമിൽ തൗഹീദിൻ്റെ നിരവധി ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും. വഅന്നഹു തആല ജദ്ദു റബ്ബിന, വഅന്നഹു തആല ജദ്ദു റബ്ബിന. എന്താണ് തആല എന്ന് പറഞ്ഞാൽ? ഉയർന്നിരിക്കുന്നു, അങ്ങേയറ്റം ഉയർന്നതാണ് ജദ്ദു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ. എന്താണ് ജദ് എന്ന് പറഞ്ഞാൽ? ജദ് എന്ന് പറഞ്ഞതിൻ്റെ അസ്ലിയായ അർത്ഥങ്ങൾ 3 അർത്ഥങ്ങളാണ്. ജീമ്, ദാല്, ദാൽ. ഈ 3 ഹർഫുകൾ കൂടി ചേർന്ന് 3 അർത്ഥങ്ങളാണ്. ഒന്ന് അൽ അളമ, മഹത്വം. ജദ്ദ ഫുലാനുൻ ഫി ഐനി എന്ന് പറഞ്ഞാൽ അളമ ഫുലാനുൻ ഫി ഐനി, എൻ്റെ കണ്ണിൽ അവൻ്റെ സ്ഥാനം വളരെ കൂടിയിരിക്കുന്നു, മഹത്വം ഏറിയിരിക്കുന്നു എന്നർത്ഥം. അതാണ് ഒന്നാമത്തെ അർത്ഥം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ അർത്ഥം അൽ ഹൽ അൻ നസീബ്, ഒരാളുടെ ഹല്ല്, അയാളുടെ എന്താ പറയുക, ഹല്ലിന് നസീബ് എന്നുള്ള വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതാണ് ഹല്ല് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അവൻ്റെ ഭാഗ്യം എന്നൊക്കെ പറയുന്ന അർത്ഥം. എത്ര മിനിറ്റ് ഉണ്ട്? 8 മിനിറ്റ്. അൽ ഹല്ലു അൻ നസീബ്, ആ അർത്ഥത്തിലാണ് എവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? നമുക്കൊക്കെ അറിയുന്ന ഒരു വാചകമുണ്ട്, വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. എത്ര ജദ്ദുള്ളവനും നിൻ്റെ മുന്നിൽ അവൻ്റെ ഈ ജദ് ഉപകാരപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ എത്ര ഭാഗ്യമുള്ളവനും അവൻ്റെ ഭാഗ്യം കൊണ്ട് നിൻ്റെ മുന്നിൽ രക്ഷപ്പെടാൻ പറ്റുകയില്ല എന്നർത്ഥം. മൂന്നാമത്തെ അർത്ഥം അൽ ഖത്അ, മുറിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ജീമ്, ദാല്, ദാല് എന്നുള്ള വാക്ക്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഏതർത്ഥമാണ്? ഒന്നാമത്തെ അർത്ഥം. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വല്ലിപ്പ എന്നുള്ള ജദ് എവിടെ? അത് ഈ 3-ൽ നിന്ന് ഉണ്ടായതായിരിക്കും. അതിൻ്റെ ഞാൻ നോക്കിയിട്ടില്ല, നോക്കിയാൽ മനസ്സിലാവും, കാണാൻ പറ്റും എങ്ങനെയാണ് അത് ഉണ്ടായത് എന്നുള്ളത്. ഇതിലേതെങ്കിലും ഒന്നായിട്ട് ബന്ധമുണ്ടാവും. വഅന്നഹു തആല ജദ്ദു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ മഹത്വം അങ്ങേയറ്റം ഉയർന്നതായിരിക്കുന്നു. മത്തഖദ സാഹിബത്തൻ വലാ വലദ, അവൻ ഒരു സാഹിബത്ത്, ഭാര്യയെയോ വലദ, സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വം അങ്ങേയറ്റം ഉയർന്നതായിരിക്കുന്നു. ആ മഹത്വത്തിൻ്റെ ഭാഗമായൊരു കാര്യം ഉദാഹരണമായിട്ട് അവർ പറയുകയാണ്, മത്തഖദ സാഹിബത്തൻ, അവനൊരു ഭാര്യയെ സ്വീകരിച്ചിട്ടില്ല. സാഹിബത്ത് എന്നുള്ള വാക്കിന് ഭാര്യ എന്ന് മാത്രമല്ല അർത്ഥം,
എന്താണ് സാഹിബത്ത് എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ആൾ, സഹവസിക്കുന്നയാൾ എന്നാണ്. സാഹിബ എന്ന് പറഞ്ഞാൽ സഹവസിച്ചു എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സൗജ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ സൗജത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ സാഹിബത്ത് എന്ന് ഉപയോഗിച്ചത്? സാഹിബത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അല്ലെ ഭാര്യ അല്ലാതെ കൂടെ നടക്കുന്ന ഒരു പെണ്ണൊരാളുടെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ സാഹിബത്താണ്. അപ്പോൾ ഒരു നിലക്കും അള്ളാഹുവിൻ്റെ കൂടെ അങ്ങനെ ഒരാളില്ല. ഭാര്യയായിട്ടോ അല്ലാതെ ആയിട്ടോ ഒരു പെണ്ണ് അള്ളാഹുവിൻ്റെ കൂടെ ഇല്ല. കാരണം ഒരു ഇണ കൂടെ ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യൻ്റെ ദുർബലതയാണ് യഥാർത്ഥത്തിൽ. മനുഷ്യന് ചില കുറവുകളുള്ളത് കൊണ്ടാണ് അവന് ഭാര്യയുടെ ആവശ്യം, ഭർത്താവിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടാവുന്നത്. അത് അള്ളാഹുവിനില്ല. എന്നാൽ മനുഷ്യൻ വിവാഹം കഴിക്കുന്നത് ന്യൂനതയാണോ? അല്ല. ഏതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ തോറ്റു എന്ന് വിചാരിക്കും. അടുത്ത വർഷം ഇവൻ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം തോറ്റതിലുള്ള വിഷമത്തിൽ എന്തായാലും പാസ്സേ പറ്റുള്ളൂ. അപ്പോൾ ഒരു തോറ്റുകൊണ്ട് രണ്ടാമത്തെ വർഷം പഠിക്കുക എന്നുള്ളതൊരു കമാൽ, ഒരു പൂർണ്ണതയാണോ അതൊരു കുറവാണോ? കുറവാണ്. പക്ഷെ തോറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി എന്താ ചെയ്യുക? ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫെയിൽഡ് ബാച്ച് എന്നുകൊണ്ടൊരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫെയിൽഡ് ബാച്ചിൽ പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഐബാണോ അതോ ഒരു അഭിമാനമാണോ? ഐബാണ്. പക്ഷേ ഫെയിൽഡ് ബാച്ചിൽ അവൻ പെട്ടു. ഇനി അവൻ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ അവൻ പറയാം ഫെയിൽഡ് ബാച്ചിൽ പഠിക്കുക എന്നുള്ളത് എൻ്റെ ഇജ്ജത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞിട്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അവൻ രണ്ടാമത് പഠിച്ചേ പറ്റും. അതുപോലെ മനുഷ്യനായി എന്നതോടുകൂടി നമുക്ക് നമ്മുടെ കൂടെ പോകുന്ന ഐബുകളാണ് ഇതൊക്കെ. വിവാഹം കഴിക്കണം, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ നമ്മുടെ കുറവുകളാണ്. അള്ളാഹ്ക്ക് ഭക്ഷണം വേണ്ട, മലക്കുകൾക്ക് ഭക്ഷണം വേണ്ട, പക്ഷെ നമുക്ക് വേണം. അപ്പോൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് മോശമാണോ? അത് അടിസ്ഥാനപരമായി മോശമാണ്. പക്ഷേ അത് മോശമായതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖാനായ കുലാന് ത്വാം, ഈസാ നബി അലൈഹി സ്വലാം ഉമ്മയും അവർ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. അള്ളാഹ് അവരൊരു കുറവായിട്ട് പറഞ്ഞതാണ്. അതൊരു കുറവ് തന്നെയാണ്. മനുഷ്യൻ ആണെങ്കിൽ നിർബന്ധമായിട്ട് കുറവുണ്ടാവും. പക്ഷേ മനുഷ്യനായ സ്ഥിതിക്ക് പട്ടിണി കിടക്കുന്നതാണോ ഭക്ഷണം കഴിക്കുന്നതാണോ നല്ലത്? ഭക്ഷണം കഴിക്കുന്നതാണ്. നമുക്കതിൽ നിന്ന് മോചനമില്ല. അപ്പോൾ വിവാഹം കഴിക്കുന്നത് എന്ന് പറയുന്നത് ഒരു മോശമായ കാര്യമല്ല. അത് പറയേണ്ടതില്ല യഥാർത്ഥത്തിൽ. പക്ഷെ ഇന്ന് ഇങ്ങനെയുള്ള ആളുകളുണ്ട്, വിവാഹം കഴിക്കുന്നത് മോശമാണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ. നഊദു ബില്ലാഹ്. വഅന്നഹു മത്തഖദ സാഹിബത്തൻ, അള്ളാഹു ഒരു ഇണയെ സ്വീകരിച്ചിട്ടില്ല. വലദ, സന്താനവുമില്ല. അപ്പോൾ നോക്കൂ, വലത് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്, ഇബ്ന് എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ആണും പെണ്ണും ഉൾക്കൊള്ളും. വലത് എന്ന് പറഞ്ഞാൽ ആണും പെട്ടു പെണ്ണും പെട്ടു. അപ്പോൾ ആണായിട്ടോ പെണ്ണായിട്ടോ അള്ളാഹുവിന് ഒരു സന്താനമില്ല. കാരണം പ്രത്യേകിച്ച് അള്ളാഹ്ക്ക് പെൺകുട്ടികളുണ്ടെന്ന് പറഞ്ഞവർ ഉണ്ടായിരുന്നു, അല്ലേ? മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ്. ആൺമക്കളുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. ആരാണ്? നസാറാക്കൾ. അപ്പോൾ രണ്ടും നിഷേധിക്കാൻ വേണ്ടിയിട്ട് വലദ. വഅന്നഹു കാന യഖൂലു സഫീഹുന അലല്ലാഹി ശത്തത, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട 3 മിനിറ്റ്, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സഫീഹ്, വിഡ്ഢികൾ അള്ളാഹുവിനെക്കുറിച്ച് തെറ്റായ കാര്യം പറയാറുണ്ടായിരുന്നു. ഷത്തത്ത് എന്ന് പറഞ്ഞാൽ ഷീന് ത്വാ ഈ 3 അക്ഷരങ്ങൾ കൂടിയാൽ ബുഅദ് എന്നാണ് അർത്ഥം, അകലം. അതുകൊണ്ടാണ് ഷൈത്താൻ എന്ന് പറയുന്നത്. എന്താണ്? ബഈദുൻ അനിൽ ഖൈർ, എല്ലാ ഖൈറിൽ നിന്നും അകലെയാണ്. അപ്പോൾ ഹക്കിൽ നിന്ന് അകലെ എന്നുള്ളതിന് ഷത്തത്ത് എന്ന് ഉപയോഗിക്കും. അകലെ എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം. സൂറത്ത് സബയിൽ അല്ലാഹു തആല പറഞ്ഞ പോലെ ദാവൂദ് അലൈഹി ഇസ്ലാമിനോട് കേസുമായിട്ട് വരുന്ന ആളുകൾ എന്താണ് പറയുന്നത്? ഞങ്ങൾ തമ്മിൽ ഒരു കേസുണ്ട്, ഹസ്മാനി ബഗ ബഅദുന അലാ ബഅദിൻ ഫഹ്കും ബൈനനാ ബിൽ ഹഖ്, ഞങ്ങൾക്കിടയിൽ ഹക്ക് കൊണ്ട് വിധിക്കണം. വലാ തുഷ്തത്ത്, അനീതി കാണിക്കരുത്, അക്രമമായ വിധി പറയരുത്. വഹ്ദിന ഇലാ സവാഇ സിറാത്ത്, ശരിയായ മാർഗ്ഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണം. അപ്പോൾ വലാ തുഷ്തത്ത് എന്ന് പറഞ്ഞാൽ വലാ തുബ്ഇദ് അനിൽ ഹഖ്, ഹക്കിൽ നിന്ന് അകറ്റരുത് എന്നർത്ഥം. അങ്ങനെ ഹക്കിൽ നിന്ന് അകലെയുള്ള വാദം പറയുമായിരുന്നു ആര്? സഫീഹുന, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വിഡ്ഢി. അപ്പോൾ സഫീഹ് എന്ന് പറഞ്ഞാൽ ജാഹിൽ പ്ലസ് എന്നാണ്. അതായത് ജാഹിലുണ്ട്, സഫീഹുണ്ട്. ജാഹിലിനേക്കാളും കുറച്ച് കൂടിയ ആളാണ് സഫീഹ്. എന്താ വ്യത്യാസം? ജാഹിൽ ചിലപ്പോൾ വിനയത്തോടു കൂടി അടങ്ങി നിൽക്കും, ഞാൻ ജാഹിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കും. ഞാൻ ജാഹിലാണെന്ന് മനസ്സിലാക്കാതെ തൻ്റെ ജഹില് വലിയ എൽമായിട്ട് കണ്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ച് നടക്കുന്ന ആളാണ് സഫീഹ് എന്ന് പറയുന്നത്, വിഡ്ഢി എന്ന് പറയുന്നത്. അപ്പോൾ ജാഹിൽ കുറച്ചും കൂടി നിലവാരമുള്ള ആളാണ്, അതിനും മോശമാണ് സഫീഹ്. അങ്ങനെയുള്ള സഫീഹായവൻ അള്ളാഹുവിനെക്കുറിച്ച് മോശമായ കാര്യം പറയാറുണ്ടായിരുന്നു. ആരാണ് ഇവിടെ പറഞ്ഞ സഫീഹ്? ഇബ്ലീസ്. ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട സഫീഹ് എന്ന് പറയുന്നത് ഇബ്ലീസാണ്. എന്താണ് അവർ പറയുന്ന മോശമായ കാര്യം ഇബ്ലീസ് പറഞ്ഞിരുന്നത്? അള്ളാഹ്ക്ക് മക്കളുണ്ട്, അള്ളാഹ്ക്ക് പെൺകുട്ടികളുണ്ട് എന്നുള്ളതൊക്കെ. വഅന്നാ ദനന്ന, ഞങ്ങൾ വിചാരിച്ചിരുന്നത് അല്ലൻ തഖൂലൽ ഇൻസു വൽ ജിന്നു അലല്ലാഹി കദിബ, മനുഷ്യനോ ജിന്നോ അള്ളാഹുവിനെക്കുറിച്ച് കളവ് പറയില്ല എന്നായിരുന്നു.
ഇമാം തൊബരി ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ഇവർ വളരെ സത്യസന്ധന്മാരായ ജിന്നുകളാണ്. അവർ ശൈത്താന്മാരായിരുന്ന കാലത്തും അവർക്ക് അറിയില്ലായിരുന്നു അവർ ചെയ്യുന്നത് തെറ്റാണ്, അവർ വിശ്വസിക്കുന്നത് തെറ്റാണ്. ശൈത്താൻ ഇബ്ലീസ് ഒരു കളവ് പറയും എന്നത് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അള്ളാഹിനെ കുറിച്ച് അല്ലേ, നമ്മൾ തമ്മിലുള്ള മനുഷ്യന്മാർ തമ്മിൽ അല്ല, മനുഷ്യന്മാരല്ല ജിന്നുകൾ തമ്മിൽ കളവൊക്കെ പറഞ്ഞേക്കാം, പക്ഷേ അള്ളാഹിനെ പറ്റി കളവ് പറയുക എന്നുള്ളത് അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ ഇബ്ലീസിനെ വിശ്വസിച്ച് നടക്കുകയായിരുന്നു. ഖുർആൻ കേട്ടപ്പോൾ അവർക്കത് മനസ്സിലാവുകയും ചെയ്തു എന്ന് ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത്. അടുത്ത ആയത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.